ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും നോക്കാം. ഇവിടെ സ്റ്റുഡൻസിന് 3 ഹോസ്റ്റലാണുള്ളത്, MH1, 2 and 3. ഇതിൽ MH3 ആണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ. ഇതാണ് നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഇയേഴ്സ് ഹോസ്റ്റൽ അഥവാ MH3. അത്യാവശ്യം വലിയൊരു ഹോസ്റ്റൽ തന്നെയാണ്. ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഈ വീഡിയോയിലൂടെ ഒരു നോർമൽ ഡേ അറ്റ് MH3 എങ്ങനെയായിരിക്കുന്നു വളരെ റോ ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. സോ MH3യിലൂടെ നമുക്കൊരു ചെറിയ യാത്ര പോവാം. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വലിയ മിറർ കാണാനാവും. അവിടെയാണ് എല്ലാ ദിവസവും രാവിലെയുള്ള കലാപരിപാടികളും ഫിറ്റിംഗ് ചെക്കും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വൈറ്റ് ചെയറിൽ അവിടെയായിരിക്കും നമ്മുടെ സെക്യൂരിറ്റി മാമനൊക്കെ ഇരിക്കുക. നേരെ കാണുന്ന ഗ്രില്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 5ഓളം റൂമുകൾ കാണാൻ കഴിയും. ഓരോ റൂമിൻ്റെയും ഫെസിലിറ്റീസ് എന്താണ് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് നടന്ന് പോവുകയാണെങ്കിൽ ഒരു വലിയ ഫിൽറ്റർ കാണാൻ കഴിയും. ഈ ഫിൽറ്ററിൽ നിന്നാണ് നമ്മളെല്ലാവരും വാട്ടർ ബോട്ടിൽസിലൊക്കെ വെള്ളം നിറച്ച് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം. ആ ഫിൽറ്ററിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മെസ് ഹാള്, ഒരു ചെറിയ മെസ് ഹാള്. നമ്മുടെ സീനിയർ ഹോസ്റ്റലിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ഫുഡ് ഇവിടെ എത്തിക്കുകയും ഇവിടെ നിന്ന് ജസ്റ്റ് സപ്ലൈയും നമ്മൾ കഴിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. സോ വലിയ കാര്യങ്ങളൊന്നുമില്ല. കയറി വരുമ്പോൾ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാവും. ഈ നോട്ടീസ് ബോർഡിലായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രിൻറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് രജിസ്റ്റർ കാണാനാവും. കർഫ്യൂ ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മുടെ ഹോസ്റ്റലിൽ 3 ഫ്ലോറിലായിട്ട് ഏകദേശം 17ഓളം റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പം റീസെൻ്റ്ലി ഇനോഗ്രേറ്റ് ചെയ്ത റീഡിംഗ് റൂം നമുക്ക് കാണാൻ കഴിയും. ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസം ആവുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഹോസ്റ്റലിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫീച്ചർ തന്നെയാണ് ഈ MH3യുടെ AC റീഡിംഗ് റൂം. ഭയങ്കര ഒരു ഇന്നോവേഷൻ തന്നെയാണ്. ഞാൻ പഠിക്കുന്ന ഒരു ഇയറിൽ ഇതൊരു ജസ്റ്റ് ലിവിംഗ് റൂം ആയിരുന്നു. 4 ആൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു റൂം മാത്രമായിരുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി ഹോൾ ഇല്ലാത്ത പ്രശ്നത്തിനെ തുടർന്നായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരു AC റീഡിംഗ് റൂം എന്ന ആശയത്തിലേക്ക് വന്നത്. വളരെ സുഖമായിട്ട് AC ഒക്കെ കൊണ്ട് 24 അവർ നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയും. ഇവിടെ ഏകദേശം 20 to 25 സ്റ്റുഡൻസിന് അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബൈ ദ വേ, ഇതാണ് പുരുഷേട്ടൻ, ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് കേട്ടോ. ഇവിടെ ഹോസ്റ്റലിൽ ലോണ്ടറി ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. ഈ കാണുന്ന വിശാലമായിട്ടുള്ള ടെറസിലാണ് എല്ലാ കുട്ടികളും തിരുമ്പിയിട്ട് ഡ്രസ്സൊക്കെ ആറിടാനും ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഹോസ്റ്റലിലേക്ക് ട്രാൻസ്പോർട്ട് വളരെ എളുപ്പമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. നേരെ മുന്നിൽ തന്നെ നമ്മുടെ റോഡാണ്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് കോളേജിനോട് ജസ്റ്റ് 100 മീറ്റർ പോലും ഇല്ല, അത്രയും അടുത്താണ്. ടെറസിൽ നിന്ന് നമ്മുടെ കോളേജിൻ്റെ വ്യൂ ആണിത്. ആ കാണുന്നതൊക്കെ അനാട്ടമി ലെക്ചർ ഹാൾസ് ആണ്. നമ്മുടെ കോളേജിൻ്റെ വലിയ ഫേമസ് ഡോമൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയും. നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കോളേജും ഹോസ്റ്റലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇനി ദ മോസ്റ്റ് അവൈറ്റഡ് റൂം ടൂർ ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്തത് 2 കൊല്ലം മുന്നേ ഞാൻ പഠിച്ച അതേ റൂം തന്നെയാണ് കേട്ടോ. അതേ റൂമിലേക്കാണ് ഞാൻ ഇപ്പം കടന്നു വന്നത്. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് 3 ബെഡ് കാണാൻ കഴിയും. സോ 3 സ്റ്റുഡൻസ് ആണ് ഒരു റൂമിലുണ്ടാവുക. 3 സ്റ്റുഡൻസിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ 2 കബോർഡ്സിലായിട്ടായിരിക്കും നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ നിറയ്ക്കുക. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ. ഒരു നോർമൽ ആയിട്ടുള്ള ലിവിംഗ് റൂം. കുറേ കുട്ടികളൊന്നും പറയാനില്ല, പക്ഷേ അടിപൊളി സെറ്റപ്പ് ആണെന്നൊന്നും പറയാനില്ല. മുന്നേ റൂം വൃത്തിയാക്കാനോ അല്ലെങ്കിൽ റൂം ഒന്ന് ഒരുക്കി വെക്കാനോ ഒന്നും പറയാണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നത്. അതുകൊണ്ടാണ് വളരെ റോ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരു റൂം. സോ എന്തിനാണ് നമ്മൾ വെറുതെ അടിപൊളിയാക്കി വെക്കുന്നത്? ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാ ഹോസ്റ്റൽ റൂമും. വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അത്യാവശ്യം നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ റൂംസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓരോ റൂമിലും 2 ടേബിളും 2 ചെയർസും അവൈലബിൾ ആണ്. സോ ഇവിടെ ഇരുന്നും പഠിക്കാൻ, ഞാൻ നേരത്തെ കാണിച്ചെന്ന റീഡിംഗ് റൂമിൽ ഇരുന്നും പഠിക്കാൻ നമ്മുടെ ചോയ്സ് മാത്രമാണ്. റൂമിൻ്റെ അകത്തുള്ള സൈഡൊക്കെ നമ്മൾ തന്നെയാണ് ക്ലീൻ ചെയ്യുക. നമ്മൾ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. പക്ഷേ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ച പുരുഷേട്ട വന്ന് ക്ലീൻ ചെയ്തോളും. സോ ഇതാണ് MH3യിലെ ഒരു ഹോസ്റ്റൽ റൂമിൻ്റെ കാഴ്ച. ഈ കാഴ്ചകളെ പറ്റിയൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ചുമ്മാ ഈ ഒരു വിഷ്വലും എടുക്കണം തോന്നി. നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസിൻ്റെ ഒരു റോ വേർഷൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ചെയറിൻ്റെ ഒരു അവസ്ഥ. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഓരോ ഫ്ലോറിലും 2 ബാത്റൂംസും 2 ടോയ്ലറ്റ്സും ആണ് അവൈലബിൾ ആയിട്ട് വന്നത്. അത് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ദിവസവും വൃത്തിയാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയ കോച്ചിങ് സെൻറ്ററിലൊക്കെ നല്ല ഫെസിലിറ്റീസോടെ പഠിച്ചിട്ട് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടുമ്പം നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് കാണിക്കാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയും ഇങ്ങനെയുള്ള വിഷ്വൽസും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഹോസ്റ്റലിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ വരുന്നത് 6000 റുപ്പീസ് പെർ ഇയർ ആണ്. ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ കോഷൻ ഡെപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസും എല്ലാം കൂട്ടി 97,700 രൂപയാണ് ഞാൻ അടച്ചത്. ഇതുകൂടാതെ നമ്മുടെ മെസ് ചാർജ് 130 റുപ്പീസ് പെർ ഡേ ആണ്. സോ ഇതൊക്കെയാണ് ഹോസ്റ്റൽ റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരാൻ പോകുന്ന ചിലവുകളും കാര്യങ്ങളൊക്കെ. ഏതൊരു ഹോസ്റ്റൽ വരാന്ത പോലെയും ഈ ഒരു വരാന്തയും ഫുള്ള് ചെരുപ്പുകളാൽ നിറഞ്ഞിട്ടാണുള്ളത്. അതിൻ്റെ ഇടയിൽ കുറേ ബോക്സസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡംപ് ചെയ്യുന്നത്. അത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ അവൈലബിൾ ആക്കി വെക്കുന്നതായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു CCTV സ്ക്രീന് കാണാൻ കഴിയും. ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ചലനങ്ങളും ഹോസ്റ്റൽ വാർഡൻ്റെ സർവൈലൻസിലായിരിക്കും ഉണ്ടാവുക.
പിന്നെ ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്പേസാണ് ഇവിടുത്തെ ഒഫീഷ്യൽ സ്പോർട്സ് റൂം അല്ലെങ്കിൽ സ്പോർട്സ് ഉപകരണങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. ഒരു ചെറിയ സ്പേസാണ്. അവിടെ ബോളും ബാറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് എടുത്ത് കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോണ്ട്രി ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും ഇവിടെ 4 അടിപൊളി അലക്ക് കല്ലുകൾ അവൈലബിൾ ആണ്. നമ്മൾ നല്ല രസമാണ് ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് തിരുമ്പുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് തിരുമ്പാൻ നല്ല രസമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അലക്കുകൽ ഫെസിലിറ്റീസ്. സോ ഇത്രയൊക്കെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MH3 കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എല്ലാ അഭിപ്രായങ്ങളും അറിയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.